ഇന്ന് ഇന്ത്യയിൽ ഈ ഭൂ ഉടമകളും മറ്റുള്ളവരുമെല്ലാം അവരുടെ ഭൂമി അടക്കം വിൽക്കുന്നത് പണയപ്പെടുത്തുന്നതൊക്കെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ആ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഇത്തരത്തിലൊരു വിഷയത്തിൽ പ്രക്ഷോഭ രംഗത്തേക്ക് വന്ന കുട്ടികളുടെ നേർക്ക് ഞാനത് നിഷാദിൻ്റെ അനുമതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിതിപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇത് പ്രദർശിപ്പിക്കുന്നത്. നിഷാദെ, ഇത് പെല്ലറ്റുകളാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള പല ആളുകളും അവരുടെ നടപടികളെ ന്യായീകരിക്കാനായി വന്ന BJP പ്രഭൃതികൾ എന്ന് പറയുന്നവരും ഈ ഗോദി മീഡിയയുമെല്ലാം പാറ്റകൾ എന്ന് വിളിച്ചവരെ അത്തരത്തിൽ ഈ പെല്ലറ്റുകൾ കാണാമല്ലോ അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പെല്ലറ്റുകൾ എടുത്തത്. ഇത്തരത്തിലുള്ള 100 കണക്കിന് പെല്ലറ്റുകൾ ഒരൊറ്റ ഷോട്ടിൽ അത്തരത്തിൽ ഈ പ്രകടനക്കാർക്ക് നേർക്ക് അത്തരത്തിൽ ഇത് വെടിമരുന്നുള്ളതല്ല, എയർഗണ്ണിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇത് വളരെ നിർദോഷമാണ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം അല്ലേ? 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒരു കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും എന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല എന്ന് ഡോക്ടർമാർ പറയുകയാണ്. ഡൽഹി പോലീസ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലുള്ള എയർ ഗണ്ണുകളില്ല, ഞങ്ങൾ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാറില്ല. ഡൽഹി പോലീസിന് സഹായത്തിനായി ഡൽഹി പോലീസിൻ്റെ ചുമതലക്കാർ തന്നെ അത്തരത്തിൽ അങ്ങനെ വിളിച്ചുകൊണ്ടുവന്നതായിട്ടുള്ള CRPFൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് CRPFൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉപയോഗിക്കുന്നതായിട്ടുള്ള 6 or 7 തരം ആയുധങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് റൈറ്റ് കൺട്രോളിൽ ലാസ്റ്റ് റിസോർട്ടായി മാത്രം. ഞാൻ ഈ പറയുന്ന ഓരോ പദത്തിനും അതിൻ്റെ അർത്ഥമുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും പാർലമെൻ്റ് അംഗമായിരുന്ന ഒരാളെന്നോ അഭിഭാഷകനെന്നുള്ള നിലയിലോ മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിങ് കോളേജിൽ അവിടെ വിദ്യാർത്ഥികളെ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്ന, ഓഫീസർമാരെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുണ്ട്, SOP എന്ന് പറയും. ലാസ്റ്റ് റിസോർട്ടായി മാത്രം ഉപയോഗിച്ചാൽ ഉപയോഗിക്കുന്നത് മുട്ടിന് താഴെ മാത്രം ഉപയോഗിക്കേണ്ടത്, ഒരിക്കലും അത് അരയ്ക്ക് മുകളിലേക്ക്, നെഞ്ചിലേക്ക്, അത് കണ്ണിലേക്ക് വരാൻ പാടില്ല. ഇന്ത്യയിൽ ഇത് എപ്പോഴാണ് വ്യാപകമായി ഉപയോഗിച്ചത്? ഈ പറയുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും, നേരത്തെ RAFന് കിട്ടിയെന്നുള്ളത് സത്യമാണ്, വ്യാപകമായ ഉപയോഗം നടന്നത് ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അത് മനസ്സിലാക്കേണ്ടത് 2016 ആണ്ടിൽ ജമ്മു കാശ്മീരിലാണ്. അങ്ങനെ അവർ ഉപയോഗിച്ചപ്പോൾ അവിടെ 2 ഡസനോളം പേർ കൊല്ലപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടതായി വന്നു. ഇന്ത്യയുടെ സുപ്രീം കോടതി ഇടപെട്ടു, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഇടപെട്ടു. നടന്നത് നരവേട്ട, മനുഷ്യാവകാശ ലംഘനമാണ്. സുപ്രീം കോടതി പറഞ്ഞു ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കരുത് എന്നു. അത് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഡൽഹിയിൽ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനത്ത് പട്ടാപ്പകൽ കുട്ടികളുടെ നേർക്ക് അത്തരത്തിൽ ഉപയോഗിക്കുക. 1 or 2 പരിക്കുകളാണോ? അല്ലല്ലോ. ഇത് കടന്നൽ കുത്തിയത് വളരെ ചെറുതാണ് എന്നൊക്കെ ചില ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞിട്ടൊക്കെ പോകാൻ കഴിയും. വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്. ആരുടെ കീഴിലാണ് ഈ പറയുന്ന CRPFൻ്റെ RAF പ്രവർത്തിക്കുന്നത്, ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നത്? ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ്. മനസ്സിലാക്കണം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഡൽഹി പോലീസും CRPF, ഈ പാരാമിലിറ്ററി ഫോഴ്സും എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല.